Hi dear students, welcome to TOOS Academy. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സ് 2020 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ക്ലാസ്സസ് കൂടുതലും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിരിക്കും. കാരണം നിങ്ങൾക്കറിയാം ഫിസിക്സ് പേപ്പറിൽ കൂടുതലും പ്രോബ്ലംസ് ആണ് കണ്ടുവരുന്നത്. അപ്പം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിങ്ങളെ സ്കില്ലുള്ളവരാക്കുക, അതാണ് നമ്മൾ ഈ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം മാത്രമല്ല, ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യും. PG കഴിഞ്ഞിട്ട് കുറേ കാലമായെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്ലാസ്സസ് ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും തിയറിയും കൂടെ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട്. എങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് പ്രോബ്ലത്തിനാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2020 ക്വസ്റ്റ്യൻസ് ആണ്. ടോസ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത് ഫിസിക്സിലെ സെറ്റ് കോച്ചിങ് മാത്രമല്ല, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ്, കൊമേഴ്സ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലും സെറ്റ് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെറ്റ് കോച്ചിങ് മാത്രമല്ല, കേട്ടറ്റിനും നെറ്റിനും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി റെക്കോർഡഡ് വീഡിയോസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. വീക്ക്ലി മോക്ക് ടെസ്റ്റസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഞങ്ങളുടെ കോഴ്സിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. സോ നമുക്ക് പ്രോബ്ലം കാണാം. So first question, let epsilon naught denote the dimensional formula of the permittivity of vacuum if m represent mass, m is equal to mass, L which is equal to length, T which is equal to time and I which is equal to electric current. Then നമ്മുടെ അടുത്ത് ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതും എപ്സിലോൺ സീറോന്റെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എപ്സിലോൺ സീറോ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ടൈം ആയിരിക്കും. പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ആണ് എപ്സിലോൺ സീറോ ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാവുന്ന ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. എപ്സിലോൺ നോട്ടിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്കറിയാം കൂളോം ഫോഴ്സ് F which is equal to 1/4 pi epsilon 0 Q1 Q2 divided by R square ആണെന്നറിയാം. ഓക്കെ, സോ നമുക്ക് ഫോഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, എപ്സിലോൺ സീറോനെ ഇങ്ങോട്ടും കൊണ്ടുവരാം. ലെഫ്റ്റ് സൈഡിലേക്ക് എപ്സിലോൺ സീറോനെയും ഫോഴ്സിനെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോകാം. സോ എപ്സിലോൺ സീറോ വിച്ച് ഇസ് ഈക്വൽ ടു 1/4 pi Q1 Q2 divided by R square F. ഫോഴ്സ് താഴേക്ക് കൊണ്ടുപോകും. ഓക്കെ, സോ ഇതിൽ ഈ 1/4 pi എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ കാണേണ്ട ആവശ്യമില്ല. സോ എപ്സിലോൺ സീറോൻ്റെ ഡയമെൻഷൻ കാണാൻ ഈ Q1 Q2 R square Fൻ്റെ ഒക്കെ ഡയമെൻഷൻസ് അറിഞ്ഞിരുന്നാൽ മതി. സോ Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ആണ്. ചാർജിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണ്? ചാർജ് നമുക്കറിയാം കറണ്ട് വിച്ച് ഇസ് ഇക്വൽ ടു Q/T ആണെന്നറിയാം, അതായത് ചാർജ്ഡ് ബൈ ടൈം. സോ നമുക്കിവിടെ തന്നിട്ടുള്ളത് I ഇലക്ട്രിക് കറണ്ട് എന്നാണ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ക്യൂവിനെ എങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാം? IT, ഡയമെൻഷൻ IT. ഓക്കെ, അപ്പോൾ Q എന്ന് പറയുന്ന ചാർജിൻ്റെ ഡയമെൻഷൻ IT ആണ്. ഓക്കെ, നെക്സ്റ്റ് R സ്ക്വയർ എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ്. R എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ് ആണ്, Q1 ആൻഡ് Q2 ആണ് R എന്ന് പറയുന്നത്. അപ്പോൾ R സ്ക്വയറിൻ്റെ ഡയമെൻഷൻ വരുന്നത് L സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്കറിയാം, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ്. സോ mL/T⁻² ആണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ, അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ ആണ് L/T⁻². സോ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്സിലോണിൻ്റെ ഡയമെൻഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു Q1 Q2 രണ്ട് ചാർജ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യണം? I കറണ്ട് IT സ്ക്വയർ കൊടുക്കണം. ഓക്കെ, കാരണം എന്താ? Q1 ഉം Q2 ഉണ്ട്. ഡിവൈഡഡ് ബൈ R സ്ക്വയറിന് L സ്ക്വയർ, Fന് mL/T⁻². ഓക്കെ,
L square ml t raised to minus 2. സോ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ വരുന്നത് m raised to minus 1, L raised to minus 3, t raised to 4, minus 2 മുകളിലേക്ക് പോകുമ്പോൾ ടി സ്ക്വയർ ആവും. അപ്പോൾ ഇവിടുത്തെ ടി സ്ക്വയറും ഈ ടി സ്ക്വയറും ചേർന്ന് ടി റേസ് ടു 4. താഴെ ഒരു എൽ സ്ക്വയറും ഇവിടെ ഒരു എൽ ഉണ്ട്. അപ്പോൾ എൽ ക്യൂബ് മുകളിലേക്ക് പോകുമ്പോൾ എൽ റേസ് ടു മൈനസ് 3, എം മുകളിലേക്ക് പോകുമ്പോൾ എം റേസ് ടു മൈനസ് 1, ദെൻ ഐ സ്ക്വയർ. ഐ സ്ക്വയർ ഓൾറെഡി ഇവിടെ ഐ സ്ക്വയർ ഉള്ളതാണ്. സോ ഇത് കറണ്ട് ആണ് കേട്ടോ. സോ ഇതാണ് നമുക്ക് കിട്ടിയ ഡയമെൻഷൻ, എപ്സിലോൺ നോട്ടിൻ്റെ ഡയമെൻഷൻ. എം റേസ് ടു മൈനസ് 1, എൽ റേസ് ടു മൈനസ് 3, ടി റേസ് ടു 4, ഐ സ്ക്വയർ. സോ ഇതിൻ്റെ ആൻസർ നോക്കൂ, ഓപ്ഷനിൽ നോക്കൂ, ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question വായിക്കാം. A rocket ship is 100 meter long on the ground. When it is in flight, its length is 99 meter to an observer on the ground. What is its speed? എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് റിലേറ്റിവിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ, 100 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് ഷിപ്പ് ഫ്ലൈറ്റിലായിരിക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് കുറഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഒരു റെസ്റ്റ് ഫ്രെയിം എസ്, ഓക്കെ, മറ്റൊരു ഫ്രെയിം അത് മൂവിങ് ഫ്രെയിം ആണ് വിത്ത് എ വെലോസിറ്റി വി. ഞാനിതിനെ എസ് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പം എസ് ഫ്രെയിമിൽ, അതായത് റെസ്റ്റ് ആയിരിക്കുമ്പോൾ ഈ റോക്കറ്റ് ഷിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. സോ ഈ മൂവിങ്, അതായത് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഈ ഫ്രെയിമിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആയിരിക്കില്ല. അതായത് മൂവിങ് ഫ്രെയിമിൽ ലെങ്ത് ഓഫ് ദ ഷിപ്പ് എന്ത് ചെയ്യും, കൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ലെങ്ത് കുറയും. അപ്പോൾ ലെങ്ത് കൺട്രാക്ഷൻ ആണ് ഇങ്ങനെ നടക്കുന്നത്. അതായത് റെസ്റ്റ് മാസിലിരിക്കുമ്പോൾ ഒരു വസ്തുവിനുള്ള ലെങ്ത് ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഒരു മൂവിങ് ഫ്രെയിമിൽ ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇത്രയും ലെങ്ത് ഉണ്ടാവണമെന്നില്ല. സോ ലെങ്ത് കൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ L which is equal to L0 into root of 1 minus v square by c square. ഇതാണ് ലെങ്ത് കൺട്രാക്ഷൻ്റെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ വെച്ച് നമ്മൾ ലെങ്ത് കൺട്രാക്ഷൻ്റെ ഫോർമുല L which is equal to L0 1 minus v square by c square. സോ ഇവിടെ L ഏതാണ്, ഇവിടെ L0 ആണെങ്കിൽ ഇവിടെ L ആണ്. അതായത് കൺട്രാക്ട് ചെയ്യപ്പെട്ട ലെങ്ത്, കൺട്രാക്ട് ചെയ്യപ്പെട്ടതാണ് L. അതിന് തൊട്ട് മുമ്പ്, അതായത് റെസ്റ്റ് ഫ്രെയിമിൽ ഇരിക്കുമ്പോൾ അതാണ് L0. വി എന്ന് പറയുന്നത് ഈ ഫ്രെയിം മൂവ് ചെയ്യണ വെലോസിറ്റി, സി എന്ന് പറയുന്നത് ലൈറ്റ് വെലോസിറ്റി. സോ നിങ്ങൾ ലെങ്ത് കൺട്രാക്ഷനെ കുറിച്ച് പഠിക്കണം. സോ ലെങ്ത് കൺട്രാക്ഷൻ എന്താണെന്ന് ഞാനൊരു ഐഡിയ തന്നതാണ്. ഒരു റെസ്റ്റ് ഫ്രെയിമിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ലെങ്ത് ആയിരിക്കില്ല ആ വസ്തു ഒരു മൂവിങ് ഫ്രെയിമിലായിരിക്കുമ്പോൾ. കാരണം അതിന് ലെങ്ത് റിലേറ്റീവ്ലി അതിൻ്റെ ലെങ്ത് നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ കുറഞ്ഞ പോലെ തോന്നും എപ്പോൾ ഈ ഫ്രെയിം മൂവ് ചെയ്യുമ്പോൾ. അപ്പം അതിനെയാണ് ലെങ്ത് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ലെങ്ത് കൺട്രാക്ഷൻ്റെ ഫോർമുലയാണിത്. സോ നമുക്ക് ലെങ്ത് കൺട്രാക്ഷൻ്റെ ഫോർമുല വെച്ചിട്ട് നമ്മളോടത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് സ്പീഡാണ്. അതായത് ഈ റോക്കറ്റ് ഷിപ്പിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, വി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എൽ അറിയാം, എത്രയാണ്, 99 ആണെന്നറിയാം. L0 എത്രയാണെന്നറിയാം, 100 ആണെന്നറിയാം. 99 മീറ്ററും 100 മീറ്ററും ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ അറിയില്ല, ബൈ സി സ്ക്വയർ നമുക്കറിയാം, 3 ഇൻറ്റു 10⁸8 സ്ക്വയർ. ഇനി ഞാൻ 100 ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പം 99/100 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഞാൻ അങ്ങനെ തന്നെ എഴുതാണ്. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാണ്. ഈ ഭാഗം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ 99/100 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. അതായത് വി സ്ക്വയർ ബൈ സി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് 99 ഡിവൈഡഡ് ബൈ 100 ഹോൾ സ്ക്വയർ. സോ
വി സ്ക്വയറിനെ നമ്മൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 99/100 ഹോൾ സ്ക്വയർ. ഇതാണ്. ഇനി നമ്മൾ വി സ്ക്വയറിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 ഇൻറ്റു 10⁸ ഹോൾ സ്ക്വയർ 1 മൈനസ് 99/100 എന്ന് പറയുമ്പോൾ 0.99 സ്ക്വയർ വി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁸ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ വാല്യൂ വരുന്നത് 0.141 ആണ് വരുന്നത് വാല്യൂ. വിയുടെ വാല്യൂ വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.2 ഇൻറ്റു 10⁻7 മീറ്റർ/സെക്കൻഡ് ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, നിങ്ങൾ 3 ഇൻറ്റു 0.141 ചെയ്ത് നോക്കിയാൽ മതി. സോ ഇതിൻ്റെ വാല്യൂ വരുന്നത് 4.2 ഇൻറ്റു 10⁻7 മീറ്റർ/സെക്കൻഡ്. സോ ദ ഓപ്ഷൻ എ ആണ് ആൻസർ. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇത് റിലേറ്റിവിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെങ്ത് കൺട്രാക്ഷൻ വെച്ചാണ് ചെയ്യുന്നത്. എല്ലാ നമുക്കുള്ള ഹിൻറ്റും തന്നിട്ടുണ്ട്. അതായത് 100 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു സ്പ്രോക്കറ്റ് ഷേപ്പ് നമുക്ക് മൂവിങ് ഫ്രെയിമിൽ ആയിരിക്കുമ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ 99 മീറ്റർ ആയിട്ടാണ് കാണുന്നത്. സോ ലെങ്ത് കൺട്രാക്ഷൻ സംഭവിച്ചു. സോ ലെങ്ത് കൺട്രാക്ഷൻ്റെ ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ എൻ ഇലക്ട്രോൺ ദ ലെപ്റ്റോൺ നമ്പർ ഈസ് എന്താണ്? നമുക്കറിയാം ലെപ്റ്റോൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, ആൻറ്റി ന്യൂട്രിനോ, ഇലക്ട്രോൺ ന്യൂട്രിനോ, മ്യൂ ന്യൂട്രിനോ, ടോ പാർട്ടിക്കിളിൻ്റെ കറസ്പോണ്ടിങ് ന്യൂട്രിനോ. സോ ഇതിനൊക്കെ ലെപ്റ്റോൺ കോണ്ടന്റ് നമ്പർ എന്താണ്? 1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇപ്പോൾ ലെപ്റ്റോൺസിൽ ഇലക്ട്രോൺ ന്യൂട്രിനോ, മ്യോൺ ന്യൂട്രിനോ, ടോ പാർട്ടിക്കിളിൻ്റെ ന്യൂട്രിനോയ്ക്ക് 1 ആണ്. ഇനി ഇതിൻ്റെ ഒക്കെ ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ട്. അതായത് ഇപ്പോൾ പോസിട്രോണിൻ്റെ ന്യൂട്രിനോ, അതായത് ന്യൂട്രിനോ, അതുപോലെ മ്യൂൺ പ്ലസ് ഉണ്ട്, മ്യൂൺ ന്യൂട്രിനോ ഉണ്ട്. സിമിലർലി ടോ പാർട്ടിക്കിളും ഉണ്ട്, അതായത് ന്യൂട്രിനോ ടോ പാർട്ടിക്കിളും ഉണ്ട്. സോ ഇതിൻ്റെ അതായത് ആൻറ്റി പാർട്ടിക്കിളിൻ്റെ ഒക്കെ -1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ലെപ്റ്റോൺ നമ്പർ. സോ നമുക്ക് ഇത് കൺസർവേഷൻ ലോയും റിയാക്ഷൻ ഫീസിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ലെപ്റ്റോൺ നമ്പർ യൂസ് ചെയ്യണത്. സോ ഇലക്ട്രോണിൻ്റെ ലെപ്റ്റോൺ നമ്പർ എത്രയാണ്? 1 ആണ് ഇലക്ട്രോണിൻ്റെ ലെപ്റ്റോൺ നമ്പർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. So question is from nuclear physics. Identify the nuclei that result from the positive beta decay of potassium 1938. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഹിന്റ് എന്താണ്? പോസിറ്റീവ് ബീറ്റ ഡിക്കേ ആണ് നടക്കുന്നത്. സോ പോസിറ്റീവ് ബീറ്റ ഡിക്കേ നടക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? പോസിട്രോൺ ആയിരിക്കണം ഇമിറ്റ് ചെയ്യുന്നത്. സോ അതിൽ ഒരു പ്രോട്ടോൺ, അതായത് ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ന്യൂട്രോണും പോസിട്രോണും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഈ പോസിട്രോൺ ആണ് പോസിറ്റീവ് ബീറ്റ ഡിക്കേ ആയിട്ട്, അതായത് ബീറ്റ റേഡിയേഷൻ ആയിട്ട് പുറത്തേക്ക് പോകുന്നത്. സോ നമുക്കിവിടെ ന്യൂട്രോൺ മാത്രമേ ഉള്ളൂ. ന്യൂട്രോൺ ആഡഡ് ആവുന്നത് മാസ് നമ്പറിലേക്കാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പ്രോട്ടോൺ ന്യൂട്രോണും പോസിട്രോണായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു പ്രോട്ടോൺ മാസ് നമ്പറിൽ നിന്ന് കുറഞ്ഞു, പക്ഷെ ഒരു ന്യൂട്രോൺ മാസ് നമ്പറിലേക്ക് ആഡഡ് ആയി. അതുപോലെ ആറ്റോമിക് നമ്പറിൽ എന്ത് ചെയ്തു? പ്രോട്ടോൺ കുറഞ്ഞു, പക്ഷേ ഇവിടെ പ്രോട്ടോൺ ആഡഡ് ആയിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും? പ്രോട്ടോൺ ഒരെണ്ണം കുറവായിരിക്കും, സെയിം മാസ് നമ്പർ ആയിരിക്കും. പ്രോട്ടോൺ ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ 18 ആയി കഴിഞ്ഞാൽ എലമെൻറ്റ് മാറും, എലമെൻറ്റ് ആർഗണായി മാറും. സോ ആർഗൺ 18 ആണ്. ഇനി നോക്കൂ, മാസ് നമ്പറിൽ വ്യത്യാസം ഉണ്ടായിരിക്കില്ല, കാരണം ന്യൂട്രോൺ ആഡഡ് ആവുന്നുണ്ട്. അപ്പം ന്യൂട്രോൺ ആഡഡ് ആവുമ്പോൾ എന്ത് വരും? 38 തന്നെ വരും. സോ ആർഗൺ 1838 ആണ് നമുക്ക് ഈ പോസിറ്റീവ് ബീറ്റ ഡിക്ക് ശേഷം കിട്ടുന്ന എലമെൻറ്റ്. സോ ആൻസർ നോക്കുമ്പോൾ ആൻസർ ഡി ആണ് ഓപ്ഷൻ ആൻസർ വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെഗറ്റീവ് ബീറ്റ ഡിക്ക് ആണെങ്കിൽ
എന്താണ് ഉണ്ടാവുക? ഒരു ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രോട്ടോണും ഇലക്ട്രോണും ആയി മാറിയിട്ട് ഇലക്ട്രോൺ ആണ് പുറത്തേക്ക് പോകുന്നത്. സോ അവിടെ ഒരു പ്രോട്ടോൺ ഉണ്ടാവുന്നുണ്ട്. അപ്പം ആറ്റോമിക് നമ്പർ ഒന്ന് കൂടാണ് ചെയ്യുക. Z+1 ആവും. മാസ് നമ്പറിൽ വ്യത്യാസം ഉണ്ടായിരിക്കില്ല. എ റിമൈൻസ് ദ സെയിം. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് ബീറ്റ ഡിക്കെയും അതുപോലെ തന്നെ നെഗറ്റീവ് ബീറ്റ ഡിക്കെയും. ഓക്കെ, ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് കൂടുതൽ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.